പക്ഷേ ഈ ജോസ് കെ മാണിയോട് പാലക്കാർക്ക് ചില വിരോധങ്ങളൊക്കെ ഉണ്ട്. ജോസ് ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ മാണി സാറിൻ്റെ പിൻഗാമി എന്ന നിലയ്ക്ക് മത്സരിക്കേണ്ടതായിരുന്നു ജോസ് കെ മാണി. പക്ഷേ മാറി നിൽക്കുകയാണ് ചെയ്തത്. ജോസ് ടോം പുളിക്കുന്നലിനെ അങ്ങ് ഏൽപ്പിച്ചു. അതാണ് ഉണ്ടായത്. അതേസമയം അന്ന് തന്നെ ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ജോസ് കെ മാണി മത്സരിച്ചിരുന്നുവെങ്കിൽ ചിത്രം ഇങ്ങനെ ആവുമായിരുന്നില്ല. ഉറപ്പായും ജയിക്കും. സഹതാപ തരംഗം കൂടിയുണ്ട്. മാണി സാറിൻ്റെ പിൻഗാമി എന്ന നിലയ്ക്ക് പാലക്കാർ കാണുന്നത് ജോസ് കെ മാണിയായിരുന്നു. പക്ഷെ അതെല്ലാം തെറ്റിച്ച് കളഞ്ഞത് ജോസ് തന്നെയാണ്. തീർച്ചയായിട്ടും അതെ. കാരണം 2019 ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി എടുത്ത തീരുമാനം തെറ്റായിപ്പോയി. അത് രാഷ്ട്രീയ കേരളം തന്നെ നമുക്ക് പിന്നീട് പറഞ്ഞു തന്നു അതൊരു വലിയ തെറ്റാണെന്ന്. ജോസ് കെ മാണിക്ക് ഇപ്പോൾ ആ തിരിച്ചറിവൊക്കെ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ജോസ് കെ മാണി ഒരുപക്ഷെ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അച്ഛൻ മത്സരിച്ച മണ്ഡലം, അച്ഛന് ശേഷം മകൻ വരുന്നു, അങ്ങനെ അല്ല, ഇതൊരു പാർട്ടിയാണ്, ഞാൻ ആ പാർട്ടിയുടെ അച്ഛന് ശേഷം പാർട്ടിയുടെ ചെയർമാനാണ്. അപ്പം അങ്ങനെ ഒരു പരമ്പരാഗതമായ രീതിയിലല്ല, ആ രാഷ്ട്രീയപരമായ രീതിയിൽ അങ്ങനെ പിടിച്ചെടുക്കാവുന്ന നിഷ്പ്രയാസം. അന്ന് ജോസ് കെ മാണി മത്സരിക്കുമെന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിലെ ഒരാൾ പോലും എതിർപ്പ് പറയില്ല, വിജയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ ആ സമയത്ത് അങ്ങനെയല്ല, മാറി നിൽക്കാമെന്നൊരു തീരുമാനമാണ് ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് തീർച്ചയായിട്ടും ജോസ് കെ മാണി എടുത്ത ഒരു തെറ്റായ തീരുമാനമാണ്. മറ്റൊന്ന്, ജോസ് എപ്പോഴും തൻ്റെ സുരക്ഷിത സ്ഥാനം അതാണ് എപ്പോഴും ജോസിൻ്റെ മനസ്സിലെന്നാണ് തോന്നിയിട്ടുള്ളത്. ലോക്സഭ, അത് കഴിഞ്ഞാൽ രാജ്യസഭ, അത് കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാനുള്ള ഒരു മനസ്സില്ല. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് എപ്പോഴും ഒരു കഠിനാധ്വാനം വേണം, ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ടത് ഈ നിയമസഭയിൽ പോലും മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല 2026-ൽ. ജോസിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഭാര്യ നിഷയെ മത്സരിപ്പിക്കാനായിരുന്നു താല്പര്യമെന്നാണ് കേട്ടത്. പക്ഷേ അത് തള്ളിക്കളഞ്ഞത് കൂടെയുള്ള റോഷി അഗസ്റ്റിൻ തന്നെയാണ്. നമ്മളൊക്കെ കണ്ടതാണ്. ഒരു പ്രസ് മീറ്റ് നടക്കുന്നു, മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ട് മുന്നിൽ. ആ സമയത്ത് ചെയർമാൻ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ജോസിനോട് ഏതോ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ വേഗം ഉത്തരം പറയുന്നതിന് മുമ്പ് റോഷിയാണ് മൈക്ക് വാങ്ങിച്ചുകൊണ്ട് റോഷി പറഞ്ഞത് ഉറപ്പായും മത്സരിക്കുമെന്ന്. അവിടെയാണ് ആ തീരുമാനത്തിലൊരു വ്യത്യാസം വന്നത്. ജോസിനെപ്പോഴും സുരക്ഷിതമായി വലിയ അലട്ടലുകളൊന്നും ഇല്ലാതെ നിൽക്കാൻ തന്നെയാണ് ജോസിന് താല്പര്യം. അത് കൈവിട്ടു പോയതാണ്. അല്ല, അതാണ് നേരത്തെ സൂചിച്ചത്. കാരണം ഈ ജോസ് കെ മാണിക്ക് അങ്ങനെ സുരക്ഷിതമായ മണ്ഡലത്തിൽ വിജയിച്ച് അങ്ങനെ തന്നെ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് 2019 തന്നെ അവിടെ മത്സരിക്കും. അന്ന് 2019 ജോസ് കെ മാണി പാലായിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ മാറ്റത്തിൽ ഒന്നും അവിടെ സാധ്യത ഉണ്ടാവില്ല. എങ്ങനെയാണോ KM മാണി പാലായെ കൊണ്ടു നടന്നത്, എങ്ങനെയാണോ പാലക്കാർ KM മാണിയെ കൊണ്ടു നടന്നത്, അതേപോലെ ആ തുടർച്ച ജോസ് കെ മാണിക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു.